വെസ്ലസോഫ്റ്റ് വാൻസെയിൽസ് ആപ്ലിക്കേഷൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഈ വീഡിയോ. യൂസർ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യലി വരുന്ന ഡാഷ്ബോർഡാണിത്. ഇപ്പോൾ കാണുന്ന ഐക്കൺസ് ഒക്കെയാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ്. അപ്പോൾ നമുക്ക് ഓരോ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഞാനൊരു പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് പ്രോഡക്റ്റ് എടുത്തു. ഇനി ആഡ് പ്രോഡക്റ്റിൻ്റെ അകത്ത് ഈ ഫീൽഡൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഈ കാറ്റഗറിയിൽ കോസ്മെറ്റിക്സ് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാറ്റഗറിയിൽ ആണ് ആഡ് ചെയ്യുന്നത്. എനിക്ക് ആവശ്യമുള്ള അത്ര ഫീൽഡുകൾ എൻ്റർ ചെയ്യാം. നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് എഫിഷ്യൻസി ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ സ്റ്റോക്ക് ഒരു 500 കൊടുക്കുന്നുണ്ട്. ഇവിടെ ബേസ് യൂണിറ്റ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് പാക്കറ്റ്സ് ആണ്. ഇത്രയും ഡാറ്റയാണ് എനിക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് സേവ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും കോംബ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഡക്റ്റ് ഇത്ര സ്റ്റോക്കിൽ ആഡ് ആയിട്ടുണ്ട് എന്നുള്ളത്. ഇനി ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ട പോലെ കാറ്റഗറി നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. കാറ്റഗറിയിൽ ഇപ്പോൾ 2 കാറ്റഗറിയാണ് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് കോസ്മെറ്റിക്സും ഒന്ന് നിൽ എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറിയും. ഞാനപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാം. ഇപ്പോൾ സെർച്ചിലാണെങ്കിൽ ഞാൻ അടിച്ചപ്പോൾ നില്ല് മാത്രമായിട്ട് വന്നു. ഇനി ഒരു ഒരു കാറ്റഗറി ആഡ് ചെയ്ത് നോക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് സ്റ്റേഷനറി എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഞാൻ ആഡ് ചെയ്യാണ്. ഇപ്പം 3 കാറ്റഗറി ആയി. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സെയിൽസ് ആണ്. സെയിൽസിലും നേരത്തെ നമ്മൾ ഓർഡറിൽ പറഞ്ഞ പോലെ റീറ്റെയിലും ഉണ്ട് ഹോൾസെയിലും ഉണ്ട്. അപ്പോൾ റീറ്റെയിൽ ചൂസ് ചെയ്തിട്ട് ഞാൻ 2 പ്രോഡക്റ്റ് ആഡ് ചെയ്തിട്ട് നമ്മൾ പാർട്ടി ആഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ നമ്മളൊരു പാർട്ടിയും കൂടെ ആഡ് ചെയ്തിട്ട് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാണ്. ഇൻവോയ്സ് സേവ് ചെയ്തു. ഒരു ഡിസ്കൗണ്ട് എമൗണ്ടും കൊടുത്തു. ബില്ല് പ്രിൻ്റ് ചെയ്യാണ്. സെയിം നേരത്തെ പോലെ തന്നെ റെസിപ്റ്റ് എടുത്തു. അപ്പോൾ 209 ആണ് ബാലൻസ്. അപ്പം ഞാൻ ഒരു 20 അടിച്ചു. എന്നിട്ട് സിഗ്നേച്ചർ എടുത്തു, സേവ് ചെയ്തു. ക്യാഷ് ആണ്. ബില്ല് പ്രിൻ്റ് ചെയ്തു. നമ്മൾ ഡിവൈസ് കണക്ട് ചെയ്തിട്ട് ബില്ല് പ്രിൻ്റ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് സെയിൽസിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ്റ്റർ ആണ്. മാസ്റ്ററിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നമുക്ക് പാർട്ടി ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒന്നെങ്കിൽ കസ്റ്റമർ ആയിരിക്കാം, അല്ലെങ്കിൽ പർച്ചേസ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പെൻസ് ആയിരിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കസ്റ്റമറിനെ ആഡ് ചെയ്യാണ്. ഒരു നെയിം വെച്ചിട്ട് ആഡ് ചെയ്യാണ്. ജോൺ എന്ന് പറഞ്ഞിട്ടൊരു നെയിം വെച്ചിട്ട് ഞാൻ ആഡ് ചെയ്തു. ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം. ഓപ്പണിംഗ് ബാലൻസും ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം. ഞാൻ ചുമ്മാ 50 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഡാറ്റ ഇവിടെ ആഡ് ചെയ്തു. ഇതുപോലെ തന്നെ ഇനിയുള്ളതാണ് നമുക്ക് റിപ്പോർട്ട്സുകളുണ്ട്. ഇതിലിവിടെ റിപ്പോർട്ട്സ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് പറയാൻ പോകുന്നത് പർച്ചേസ് റിട്ടേൺ അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺ. നെക്സ്റ്റ് പറയാൻ പോകുന്നത് സെയിൽസ് റിട്ടേൺ ആണ്. സെയിൽസ് റിട്ടേണിൽ നമുക്ക് റീറ്റെയിൽ ആണ് ചൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും സെയിൽ ആയിട്ടുള്ളത് നമുക്ക് റിട്ടേൺ ചെയ്യാം. പാർട്ടി സെലക്ട് ചെയ്യണം. ഒരു പാർട്ടി സെലക്ട് ചെയ്തിട്ട് സെയിൽസ് റിട്ടേൺ കൊടുക്കുകയാണ്. ബില്ലും പ്രിന്റ് ചെയ്യാൻ ആഡ് ചെയ്യുന്നുണ്ട്. സെയിം ആസ് നേരത്തെ ചെയ്ത പോലെ തന്നെ. സെയിം പ്രൊസീജിയർ വെച്ചിട്ട് തന്നെ ഇപ്പോൾ ദേ ഇവിടെ നമുക്ക് ഷോ ചെയ്തു ഡെബിറ്റ് എമൗണ്ട് ആഡഡ് എന്ന്. അപ്പോൾ നമ്മൾ റിട്ടേൺ സക്സസ് ആയിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് റിപ്പോർട്ട്സ് ആണ്. റിപ്പോർട്ട്സിൽ ഇത്രയും അധികം റിപ്പോർട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. സെയിൽസ് റിപ്പോർട്ട്, ഓർഡർ റിപ്പോർട്ട്, റെസീപ്റ്റ് റിപ്പോർട്ട്, ലെഡ്ജർ റിപ്പോർട്ട്, അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് റിപ്പോർട്ട്സ് നമുക്കുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഇപ്പം ഞാൻ ഒരെണ്ണം കാണിക്കാം. സെയിൽസ് റിപ്പോർട്ടാണ് ഇപ്പം ഞാൻ ഷോ ചെയ്യുന്നത്. നമ്മൾ ഇന്നത്തെ ഒരു സെയിൽസ് റിപ്പോർട്ടാണ് ഇതിലുള്ളത്. ഡേറ്റ് നമുക്ക് വേണമെങ്കിൽ ഫ്രമും ടൂവും ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. എക്സലിലേക്ക് ആക്കാനും പറ്റും. എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും ഇവിടെ വേണമെങ്കിൽ. എക്സ്പോർട്ടഡ് ടു ഡൗൺലോഡ്സ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഡേറ്റ് മാറ്റിയിട്ട് ഈ മന്ത് ഫസ്റ്റ് തൊട്ടിട്ടുള്ളതാക്കാൻ പറ്റും. അപ്പോൾ ഓൾറെഡി 2 സെയിലേ ഉള്ളൂ, അതുകൊണ്ടാണ് അത് രണ്ടും മാത്രം വരുന്നത്. അപ്പോൾ ഇതാണ് സെയിൽസ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ.
ഇനി നമുക്ക് വേണമെങ്കിൽ വേറെ ടൈപ്പ് ഓഫ് റിപ്പോർട്ട്സ് എന്തെങ്കിലും ചെക്ക് ചെയ്യാം. സ്റ്റോക്ക് റിപ്പോർട്ടാണ് ഇപ്പൊ ഞാൻ വേറെ എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്തൊക്കെ സ്റ്റോക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന്റെ റിപ്പോർട്ടാണ്. ഇവിടെ പ്രിന്റ് ഓപ്ഷനും അവൈലബിൾ ആണ് ഇതിന്. അപ്പൊ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നമുക്ക് ഇതിൽ വരുന്ന മെയിൻ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിപ്പോർട്ട്സ് ഒക്കെ നമുക്ക് ആവശ്യം പോലെ അവൈലബിൾ ആക്കാൻ പറ്റും.